പക്ഷേ ഞാനിപ്പോൾ ചുങ്കത്തറയാണുള്ളത്. ചുങ്കത്തറയിൽ ഇവിടെയാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. പോളിംഗ് സാമഗ്രിയുടെ വിതരണവും എല്ലാം ഇവിടെ തന്നെയായിരുന്നു. ഇവിടെയാണ് BJP സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജ് വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്നത്. അല്പസമയം അദ്ദേഹം കുടുംബവുമായി വോട്ട് ചെയ്യാനായി എത്തി. അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 3-4 ബൂത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. 3-4 ബൂത്തിൽ വലിയ തിരക്കെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല, പക്ഷെ തിരക്കുണ്ട്. ഏതാണ്ട് ഒരു 10-20 പേരോളം ക്യൂവിലുണ്ട്. 2 ബൂത്ത് നോക്കിയാൽ 10-20 പേരോളം ക്യൂവിലുണ്ട്. പക്ഷേ ഈ നിലമ്പൂരിലൊരു പ്രത്യേകതയായിട്ട് എനിക്ക് നിഷാദ് തോന്നിയതേ, സാധാരണഗതിയിൽ ആ തിരുവനന്തപുരത്തും ആ തെക്കൻ മേഖലയിലൊക്കെ നമ്മൾ കാണുന്നൊരു രീതിയുണ്ട്. രാവിലെ പുരുഷന്മാർ വന്ന് വോട്ട് ചെയ്യും, സ്ത്രീകൾ കുറച്ചുകൂടെയൊക്കെ വൈകി വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീർത്തതിന് ശേഷം ഉച്ചയ്ക്കൊക്കെ വന്ന് വോട്ട് ചെയ്യുന്നതാണ് സാധാരണ നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെ രാവിലെ തന്നെ സ്ത്രീകൾ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. രാവിലെ 6:30 മുതൽ നമുക്ക് എല്ലാ ബൂത്തുകളിലും സ്ത്രീകളുടെ ഒരു വലിയ പങ്കാളിത്തം കാണാൻ കഴിയുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഈ 3 ആഴ്ച നീണ്ടു നിന്ന പ്രചണ്ഡമായ പ്രചരണമുണ്ട്. അത് മുകളിൽ കണ്ടതിനേക്കാൾ പ്രവർത്തനം നമ്മൾ അടിത്തട്ടിലാണ് കണ്ടിട്ടുള്ളത്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും 2 മുന്നണികളുടെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ പണി ചെറുതല്ല എന്നുള്ളത് നിഷാദിന് അറിയാം. നിഷാദ് സ്വാഭാവികമായിട്ട് നിഷാദ് ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട് നിഷാദിന് അറിയാം അത് എത്രത്തോളം അടിയിൽ പണി നടന്നിട്ടുണ്ട് എന്നുള്ളത്. അത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ സൂചനകളൊക്കെയാണ് പുറത്തു വരുന്നത്. മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചൊരു ആശ്വാസമാണ്. മഴ പൂർണ്ണമായി മാറിയെന്ന് വെച്ചാൽ പൂർണ്ണമായി മാറിയിട്ടില്ല. പക്ഷേ മഴക്കോള് ഉണ്ട്, ചെറുതായിട്ട് ചാറ്റമഴ ഇടയ്ക്കിടെ പെയ്യുന്നുണ്ട്. പക്ഷേ അത് വോട്ടർമാരുടെ ഒരു വോട്ട് ചെയ്യാനുള്ള ആവേശത്തെ ഒന്നും കുറയ്ക്കുന്നില്ല. ഓട്ടോ പിടിച്ച് വയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഓട്ടോ പിടിച്ച് വന്ന് അവരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ആവേശത്തിനൊന്നും ഒരു കുറവും നമുക്കിവിടെ ഇന്ന് കാണാൻ കഴിയുന്നത്. എല്ലാവരും വലിയ ആവേശത്തിൽ തന്നെയാണുള്ളത്. ഓട്ടോയിൽ വരുന്നു, സ്വന്തം വാഹനത്തിൽ വരുന്നു, പ്രായമായവരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുന്നു എന്നുള്ള പ്രത്യേകതയെല്ലാം ഉണ്ട്. 7787 പുതിയ വോട്ടർമാരുണ്ട്. പുതിയ വോട്ടർമാർ വലിയ ആവേശം കാണുന്നുണ്ട്. അവർ ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ആകാംക്ഷ അവരെ എല്ലാവരിലും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം, മുന്നണികൾ നടത്തിയ പ്രചരണം അത് വോട്ടർമാർ ഏറ്റെടുത്തു എന്നതിൻ്റെ കൃത്യമായ സന്ദേശം നമുക്ക് പോളിംഗ് ബൂത്തുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 10:15 ആവുന്നു. 3-3.25 മണിക്കൂർ കഴിയുമ്പോൾ ഔദ്യോഗിക കണക്ക് പ്രകാരം അവർ 13.5 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ഒരു 18-ലേക്കൊക്കെ ഇതിനോടൊപ്പം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. അത് എത്രത്തോളം പോകുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അവരുടെ കണക്ക് കൂട്ടൽ കൃത്യമാകുന്നത് അവിടെ വെച്ചാണ്. 6 മണിയാകുമ്പോൾ എത്രത്തോളം ചെല്ലും എന്നുള്ളത്. കഴിഞ്ഞ തവണ 76.6-ലെത്തിയപ്പോൾ 2700 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവിടെ ഈ PV അൻവർ ജയിക്കുന്നു. 2016 അത് 78% ഏതാണ്ട് 11,000-ൽ പരം ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. അതുകൊണ്ട് പോളിംഗ് ശതമാനം കഴിഞ്ഞിട്ട് നമുക്കൊരു കണക്കുകൂട്ടലിനെ കുറിച്ച്, മുന്നണികളുടെ കണക്കുകൂട്ടലിനെ കുറിച്ച് പറയാം നിഷാദ്. എന്തായാലും നല്ല പ്രതികരണം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഒരു വർഷത്തിൽ 3ാമത്തെ തവണയാണ് നിലമ്പൂരിലെ ജനത വോട്ട് ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്നിട്ടും അവർക്കതിനോട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. അവർ വന്ന് വോട്ട് ചെയ്യുകയാണ്. ആ ജനാധിപത്യ സംവിധാനത്തിൻ്റെ സൗന്ദര്യത്തെ അവർ ഇപ്പോഴും ഉപയോഗപ്പെടുത്തുന്നു. അത്രയും ജനാധിപത്യ വിശ്വാസികളായ, അത്രയും പൊളിറ്റിക്കലായ മനുഷ്യന്മാരാണ് നിലമ്പൂരിലുള്ളത് എന്നുള്ളതാണ് നിഷാദ് നമുക്ക് കാണാൻ കഴിയുന്നത്. സൈഫാണ് വിവരങ്ങൾ നൽകുന്നത്. നിലമ്പൂരിലെ